ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വണ്ടി ഇറങ്ങുന്നത് നമ്മുടെ അരികുറ്റി പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ കമ്പനിൻ്റെയൊക്കെ ഒരു ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. കാണാൻ പറ്റണമെന്ന് അറിയാൻ പറ്റില്ല. ഇതൊരു കമ്പനി അത്രയൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കമ്പനിയുടെ ഫ്രണ്ടിൽ ആണ് ഈ സിബിൽ മാജിക് ബീറ്റ്സിൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് മതലേലിൻ്റെ സൈഡിലാണ് കൊണ്ട് തട്ടണ വണ്ടി. അവിടെ കടന്നു പോകും, വലിയ വലിപ്പില്ല, എടുത്തിട്ട് പോകാൻ സുഖമാണ്. നേരെ പാലത്തിലായിട്ട് കയറ്റാം. എൻ്റെ വീട് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത വീടാണ്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് നടന്ന് കേട്ടൊന്നും. അപ്പോൾ നമ്മൾ ബൈക്ക് റൈഡേഴ്സ് പോകുന്നു ഗൈസ്. ഹോണ്ട ടീം പോകുന്നു. അപ്പോൾ നമുക്ക് ഓട്ടം സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വൈറ്റിലയിൽ നമ്മൾ ലേഡി കസ്റ്റമറെ കൊണ്ട് അരൂരിൽ നിന്ന് ഇറക്കിയിട്ട് ഞാൻ നേരെ അവിടെ നിന്ന് ഒരു 2-3 ട്രിപ്പുകൾ കൂടി ഞാൻ എടുത്തായിരുന്നു. അതിനുശേഷം വളരെ മോശമായിരുന്നു, രാത്രി ട്രിപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് വേറൊരു കസ്റ്റമർ വെളുപ്പിന് ഓട്ടോ ഉള്ള കാരണം ആണ് ഞാൻ സത്യം പറയാൻ അങ്ങോട്ട് പോയത്. യൂബർ ഓടിച്ച് നിങ്ങൾക്ക് ഒരു വീഡിയോ ഇടാന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തത്. അപ്പോൾ ഞാൻ ആ വീഡിയോ അത് കാണിച്ചു തരാം. ഞാൻ അന്ന് രാത്രി ഓടിയില്ലേ, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് ഇപ്പം ഈ സമയത്ത് ഇപ്പോഴത്തെ അവസ്ഥ ഇതാണെന്നുള്ള കാര്യമാണ് ഞാൻ പറയണത് കേട്ടോ. 873 രൂപ 4 ട്രിപ്പ്. അന്ന് രാത്രിയത്തെ കാര്യമുണ്ട് ഞാൻ പറയണം. അതേപോലെ തന്നെ പിറ്റേ ദിവസം എനിക്ക് വെളുപ്പിന് എയർപോർട്ട് ഓട്ടോറായിരുന്നു. ആ ദിവസം ഞാൻ ഓടിയത് കണ്ട 3497 രൂപ 4 ട്രിപ്പ്. ഇങ്ങനെ ട്രിപ്പുകൾ എല്ലാ ദിവസവും കിട്ടണമെന്നില്ല. അതായത് ഇത് കണ്ടല്ലോ, ഇത് എല്ലാ ദിവസവും ഇങ്ങനെ ട്രിപ്പുകൾ കിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മൊത്തം കാണാം എൻ്റെ ഒരു ആഴ്ചയിലത്തെ അവസ്ഥ കണ്ട. ഇത് ഓൺലൈൻ ഈ യൂബറിൻ്റെ ആണ്. ഇതൊക്കെ ഞാൻ റിട്ടേൺ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വല്ല തൃശ്ശൂർ സൈഡാ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് റിട്ടേൺ വരുമ്പോൾ ഓണാക്കിയിട്ട് ഞാൻ പോകുന്നതാണ്. അല്ലാതെ ഞാൻ ഈ സാധനം ഉപയോഗിക്കണില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, എൻ്റെ ഓട്ടം മുമ്പോട്ട് പോകണമെന്ന്. എനിക്ക് അത്യാവശ്യം കസ്റ്റമർ ഉണ്ട്, നമ്മൾ അത്യാവശ്യം കോണ്ടാക്ട് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ കുറേ കസ്റ്റമർ നമ്മൾ വിളിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സും കുറച്ച് കാര്യങ്ങളും ദുബായ് അബുദാബി എന്നൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും അവന്മാരുടെ ഓട്ടം ഉണ്ടാവും, അവരുടെ ഫാമിലി ഓട്ടം ഉണ്ട്. അപ്പോൾ മക്കളൊക്കെ പുറത്തും അമ്മമാർ ഇവിടെ എന്നുള്ള രീതിയിൽ താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഓട്ടങ്ങളുണ്ട്. പിന്നെ അമ്പലം സന്ദർശിക്കാനായിട്ടുള്ള ഓട്ടം നമ്മളുടെ കയ്യിൽ നിന്ന് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ. നമുക്ക് ഓട്ടം അത്യാവശ്യം ഇപ്പോൾ ആഴ്ചയിൽ 2-3 ഓട്ടം ഓടിയാൽ മതി, യൂബർ ഓട്ടണ കാശ് നമുക്ക് കിട്ടും. അപ്പോൾ അത് പ്ലസ് വെറുതെ നിൽക്കുമ്പോൾ ഇതേപോലെ ഇപ്പം ഇന്ന് ഞാൻ ഫ്രീ ആയതുകൊണ്ട് ഇത് മൊത്തത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു യൂബറിൻ്റെ ഫുള്ള് വ്യൂ. അപ്പോൾ കുറച്ച് നേരത്തെ ഓട്ടണമെന്ന് ഉണ്ടായിരുന്നു, പക്ഷെ എണീക്കാൻ പറ്റില്ല. ഇന്ന് രാത്രി വന്നപ്പോൾ ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഇതേട്ടാ രാവിലെ 8 മണിയായിപ്പോൾ. രാവിലെ 8 മണി മുതൽ രാത്രി വരെ ഇന്ന് പെട്ടക്കാൻ മണി. അത് ഇപ്പം ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ടിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അരുവി 24 കയറി ഈ കടടുത്ത് ചായയും കുടിച്ചിട്ടാണ് എവിടെയെങ്കിലും പോകാറുണ്ടെങ്കിൽ തന്നെ പോകണം. അപ്പോൾ ഇപ്പം നേരെ ചായ കുടിക്കണതാണ്. ഇപ്പം ഇതിൻ്റെ അകത്ത് യൂബറൊക്കെ ഓഫ് ചെയ്തിട്ടേക്കണേ. യൂബർ ഓണാക്കണം, അത് ഞാൻ പറയാം. അവിടെ എത്തിയിട്ട് അരുവിൽ എത്തിക്കഴിഞ്ഞ് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഓണാക്കുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ നോട്ടം കിട്ടും. വെറുതെ എടുക്കാതിരിക്കേണ്ട അവസ്ഥ വരുന്നത്. ഒരു ചായ കുടിക്കാണ്ട് എന്തോ ഓട്ടമേ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇപ്പം അത് ഓഫാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഈ റാപ്പിഡ് എന്തുകൊണ്ടാണ് ഞാൻ ഇതിൽ ഈ അരൂരി എൻ്റെ വീടിൻ്റെ ഭാഗത്ത് ഓഫാക്കും. ഈ ഇന്റർസിറ്റിയാണ് ഈ സൈഡ്. ഈ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ നേരത്ത് കുമ്പളം പാലത്തിൻ്റെ അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നോർമലി യൂബർ ഗോയുമാണ്. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്ത് ഈ റാപ്പിഡ് ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ല ബുദ്ധിയുള്ള കുറേ കസ്റ്റമർ ഉണ്ട്. ഈ ആൾക്കാർ നേരെ റാപ്പിഡ് വഴിക്കറി ബുക്ക് ചെയ്യും. അതായത് ഇവിടെ നിന്ന് ഫോറാമാളിലേക്ക് ഒരു 10-12 കിലോമീറ്റർ താഴെയുള്ളൂ. അവിടം വരെ യൂബറിൽ പോകാനായിട്ട് ഇന്റർസിറ്റി ചാർജ് ഉൾപ്പെടെ ഒരു 550-650 രൂപ വരെ പല സമയത്തും മേടിക്കാറുണ്ട്. അത് കൂടാറുള്ള കുറയാറില്ല. ഒരു 350 രൂപ 400 രൂപ ആ റേറ്റ് നമുക്ക് കിട്ടാവുന്ന രീതിയിലാണ് യൂബർ. മൊത്തത്തിൽ ഒരു 550 രൂപ ആ റേറ്റിൽ ഇന്റർസിറ്റി ചാർജ് ഉൾപ്പെടെ വരും. അത് കൂടാണ്ട് ടോൾ കയറി പോയാൽ നമുക്ക് ടോളിൻ്റെ ചാർജ് എക്സ്ട്രാ നമുക്ക് മേടിക്കുകയും ചെയ്യാം. അതേസമയം റാപ്പിഡോ ആണെങ്കിൽ അങ്ങനെയല്ല. റാപ്പിഡോ ഇന്റർസിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. അപ്പോൾ റാപ്പിഡോ ഈ അരൂര് ഭാഗത്ത് വരുമ്പോൾ കസ്റ്റമറിന് നല്ലതും ഡ്രൈവറിന് നല്ലതും അല്ല. അപ്പോൾ പൊതുവെ എല്ലാവരും ഓഫ് ചെയ്തിടാൻ നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാപ്പിഡോ ഇന്റർസിറ്റി ചാർജും ഇല്ല, ഒന്നുമില്ല. റാപ്പിഡോ നേരെ
കിലോമീറ്റർ ചാർജ് അങ്ങോട്ട് വരും. അതായത് 12 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എങ്ങനെ കളിച്ചാലും ഒരു 300-350 രൂപയോളം തരും. പക്ഷെ 350 രൂപ കാണുമ്പോൾ ചാടിക്കറി കുറെ ടീമുകൾ എടുക്കുകയും ചെയ്യും. ഇവന്മാർ എടുത്തിട്ട് നേരെ അറിയാൻ പാടില്ലാത്തവർ എടുക്കുള്ളൂ. എടുത്തിട്ട് നേരെ ടോളൊക്കെ കയറി ചെല്ലും. ടോളൊക്കെ ചെറിയ ഫോറാമിന്റെ ഫ്രണ്ടിച്ചില്ലാതെ ചേർത്ത് ആ 350 രൂപ അടിക്കും. അപ്പോൾ എക്സ്ട്രാ കാശ് മേടിക്കാൻ പറ്റില്ല 50 രൂപ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 350 എന്ന് പറയുന്നത് ഈ ടോൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള ചാർജാണ്. അപ്പോൾ അത് ഇവിടെ വരുമ്പോൾ കൂടുതലും ഒരു രക്ഷയിലേക്ക് മാത്രം ഓളാക്കുക, അല്ലെങ്കിൽ ഓളാക്കാതിരിക്കുക. പിന്നെ ഈ അരൂർ സൈഡിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഒരു വ്യത്യാസവും എനിക്ക് തോന്നിയിട്ടില്ല. യൂബർ ആണെങ്കിലും റാപ്പിഡ് ആണെങ്കിലും അപ്പനെ മൂടാണ്. കറക്റ്റ് റേറ്റ് ആണ്. 850 രൂപയ്ക്ക് കിട്ടുള്ളൂ. അതിൽ കൂടുതൽ കിട്ടുന്നില്ല. 850 900 രൂപ കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ആലോചിച്ചും കണ്ടൊക്കെ ട്രിപ്പ് ഇവിടെ വരുമ്പോൾ എടുക്കുക. യൂബർ ആണോ റാപ്പിഡ് ആണോ സിറ്റി സൈഡിൽ ഉപയോഗിക്കേണ്ടതെന്ന് ആലോചിച്ച് നോക്കുക. എന്തായാലും നമ്മുടെ വണ്ടി ഓടണല്ലേ, നഷ്ടത്തിലോടായിരിക്കണതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ ഇതെപ്പോഴും ഞാൻ ഓഫാണ്. ഓണാക്കിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പരിപാടി. എന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ചായ കുടിക്കാൻ വന്ന് നമ്മൾ കുമ്പളം വരെ വരേണ്ടി വന്നു. അവിടെ അരൂരാവന്മാർ ഡീപ്പ് ക്ലീനിങ് ആയതുകൊണ്ട് അവിടെ നിന്ന് ചായ കുടിക്കാൻ പറ്റിയില്ല. വേറൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞായറാഴ്ച എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല ഗൈസ്. ഞാൻ റോട്ടിൽ ആരും ഇല്ലല്ലോ എന്നുള്ള ഇതിൽ ഞാൻ നിന്നപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി. ഞാൻ നോക്കുമ്പോഴാണ് ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച സീനാണ് ഗൈസ്. ഞായറാഴ്ച ഈ ഓൺലൈൻ യൂബറിലും റാപ്പിഡിലൊക്കെ ഓട്ടം കുറവായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മളിന്ന് അംഗത്തിന് ഇറങ്ങുകയാണ്. ഞാൻ ഇവിടെ ഒന്ന് ഒതുക്കാം. നമുക്ക് റമദ സൈഡിൽ കൂടി പോവാം. അപ്പോൾ ടോൾ എടുക്കാണ്ട് പോവാം. അപ്പോൾ ഇന്ന് ഓടുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കാണിക്കാം. ട്രിപ്പ് ഡീറ്റെയിൽസ് മാത്രം കാണിക്കാം. എനിക്ക് ഫോൺ ഇങ്ങനെ വെച്ച് വണ്ടി ഓടിക്കാൻ പറ്റില്ല, അതാണ്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഒതുക്കിയിട്ടേ ഞാൻ എൻ്റെ വണ്ടിയുടെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. എന്തൊക്കെയാണ് എൻ്റെ ഉള്ളത്, എന്തൊക്കെയാണ് വണ്ടിയുടെ ഡാഷ്ബോർഡിലൊക്കെ ഉള്ളതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് നമ്മുടെ മാത്താനത്തമ്മയുടെ ഫോട്ടോ. അരൂക്കുറ്റി മാത്താനത്തമ്മയുടെ ഇരിക്കണം കേട്ടോ. ഇത് എൻ്റെ കൊച്ചിൻ്റെ പേരാണ്, ഹാർഡൻ. പിന്നെ നമ്മുടെ ഒരു ചെറിയൊരു സാധനം ഇരിപ്പുണ്ട്, ടമാഞ്ചറി. ടീമോള് ഫുൾ ടൈം സ്ലീപ്പിങ്. പിന്നെ നമ്മുടെ സ്പെക്സ്. ഇത് നൈറ്റ് ഉപയോഗമില്ലെങ്കിലും ചൂട് സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണ്. വെയിൽ കൂടിക്കഴിഞ്ഞാൽ ഇവനില്ലാണ്ട് നടപടിയാവില്ല, അല്ലെങ്കിൽ തല തകർന്നു പോകും. പിന്നെ ഉള്ളത് നമ്മുടെ വണ്ടിയുടെ കീ, നമ്മുടെ KTM-ൻ്റെ കീ ആണ്. പിന്നെ ഇത് ബോഡി സ്പ്രേ. ഇത് നമുക്ക് ഒരു കസ്റ്റമർ തന്നാ, അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞിട്ട് ഒരു കോഴിക്കോടുള്ളൊരു സാറാണ്. പുള്ളിക്കാരൻ എയർപോർട്ടിൽ നിന്ന് ഒരു ഓട്ടം വന്നപ്പോഴത്തേക്കും പുള്ളി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. സന്തോഷം. നല്ല സാധനം കേട്ടോ, നല്ല ഐറ്റം. കസ്റ്റമറിനോട് ചോദിക്കാറുണ്ട് ഇത് ഏതാണ് ഉപയോഗിക്കണമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഐറ്റം. പിന്നെ നമ്മുടെ ഒന്നുമില്ല. പിന്നെ ഈ ഫോൺ വെക്കാനുള്ള ഈ സാധനമുണ്ട്, ചാർജർ, കലാസ്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുമ്പളത്തെത്തിയതുകൊണ്ട് യൂബർ സ്റ്റാർട്ട് ചെയ്യാം. യൂബർ ഓൺ ആക്കേണ്ട. പക്ക് പ്ലെയിൻ സാധനം ഓൺ ആക്കിയിട്ടുണ്ട്. എല്ലാ സാധനവും ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇതിൻ്റെ അകത്ത് റേറ്റിംഗ് ഞാൻ ഇന്നത്തെ ഒന്ന് കാണിച്ചേക്കാം. ഇനി അവസാനം രാത്രി ആകുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. ക്യാൻസലേഷൻ. ഇത് ഇന്നലെ ഞാൻ പിന്നെ ഒരെണ്ണം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. 61%, 84.96. ഓക്കെ, ഇനി നമുക്ക് റാപ്പിഡോ സാധനം കൂടി അങ്ങോട്ട് പണിയിട്ടേക്കാം. ട്രിപ്പ് കിട്ടണേ നമുക്ക് എടുക്കാമല്ലോ. റാപ്പിഡോ ഓൺ ആയിട്ടുണ്ട്. ഹായ് ഗൈസ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ ട്രിപ്പ് നമുക്ക് അടിച്ചിട്ട് കുമ്പളത്തുനിന്ന് നേരെ എയർപോർട്ട്. കുറേ ട്രിപ്പുകൾ വന്നു. അതായത് 3-4 ട്രിപ്പുകൾ ഏകദേശം വന്നിട്ടുണ്ട്, മാച്ചിങ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും. ഞാൻ എടുത്തില്ല. അതായത് 3 കിലോമീറ്റർ 4 കിലോമീറ്റർ പിക്ക് ചെയ്തിട്ട് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യേണ്ട പരിപാടിയാണ്. അത് നമുക്ക് നഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ എടുത്തില്ല. പിന്നെ ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പിന് നമുക്ക് കിട്ടിയത് ലക്ഷർ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് നേരെ എയർപോർട്ട് 34 കിലോമീറ്റർ 874 പ്ലസ് 64 രൂപ റീഫണ്ടും ആയിട്ടുണ്ട്. 874 ഡിവൈഡ് ബൈ 34 അടിക്കാം. 25 രൂപ കിലോമീറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കലിപ്പില്ല, ഇങ്ങനെ തന്നെ പോട്ടെ.
മറ്റേ ട്രിപ്പൊക്കെ എടുത്തായിരുന്നെങ്കിൽ ഒന്നും കിട്ടിയില്ലായിരുന്നു. ഇപ്പം നമ്മൾ ടോളിലുള്ളത്. ടോളിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ട് ടോളിൽ മിനിമം 60. ആദ്യത്തെ ഇപ്പം നമുക്ക് 60 ആയിട്ടുള്ളൂ. ആദ്യത്തെ 10 മിനിറ്റിൽ 60, അതിലൊരു മിനിറ്റ് 1 സെക്കൻഡാണ് കൂടിപ്പോയി കഴിഞ്ഞാൽ 100 കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കവർ ചെയ്ത് പോകാൻ നോക്കാം. നമ്മളിപ്പോൾ ഫാസ്റ്റാഗിലാണ് പോണത്. പിന്നെ ഫാസ്റ്റാഗിലും കുഴപ്പമൊന്നുമില്ല, കയ്യിൽ നിന്ന് കൊടുത്താലും മതി. ആദ്യത്തെ 10 മിനിറ്റുള്ളിൽ 60 രൂപ. ബാക്കിയുള്ള ടോളിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കാമെന്ന് കഴിഞ്ഞാൽ കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത ട്രിപ്പ് എന്താണെന്ന് നോക്കാം. ഞാൻ ഇവിടെ എന്തായാലും സൈഡാക്കാൻ പോണി. ഇവിടെ നിന്ന് വേറെ ഇത് പോകേണ്ട കാര്യമുണ്ടെന്ന് തോന്നാനല്ലോ, നോക്കട്ടെ എന്താ അവസ്ഥയെന്ന്. ഇപ്പം ഇവിടെ എയർപോർട്ടിൽ ക്യൂ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് 260 കാറോടെ വെയിറ്റിംഗ് ഉണ്ട്. 1338 കസ്റ്റമർ പാസഞ്ചർ തന്നെ വരാനുണ്ടെന്നാണ് പറയണത് അടുത്ത 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ ഓട്ടം കഴിഞ്ഞ് തിരിച്ച് എത്തി. നമ്മൾ ഇന്നെടുത്ത ആപ്പാടെ 4 ട്രിപ്പാണ് യൂബറിൽ. 1511 രൂപയുടെ ഓട്ടം ആണ് എടുത്തത്. 7 മണിക്കൂർ നമ്മളിന്ന് ഓടിയിട്ടുണ്ട്. ഇതാണ് മിക്കവാറും ഞായറാഴ്ചയുള്ള അവസ്ഥ. വൈകുന്നേരം ഓടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഏണിങ്സ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് കുറച്ച് എൻ്റേതായ കുറച്ച് കാര്യങ്ങളുള്ള കാരണം ഞാൻ ഞായറാഴ്ച ദിവസമല്ല, കാരണം ഞാൻ നേരെ തിരിച്ച് പള്ളൂരത്തിൽ ഓട്ടം കിട്ടി നേരെ വീട്ടിലേക്ക് പോന്നു. അതാണ് ഉണ്ടായത്. ഇതിൻ്റെ കൂട്ടത്തിൽ റാപ്പിഡോയിൽ എനിക്ക് ഓട്ടം ഉണ്ടായിരുന്നു. റാപ്പിഡോയിൽ ഒരു ഓട്ടം കിട്ടി, അത് ഞാൻ കാണിച്ചു തരാം. കണ്ട ടുഡേ ഏണിങ്സ് 253 രൂപ. 13 കിലോമീറ്ററിനാണ് 253 രൂപ. അതോടൊപ്പം തന്നെ യൂബറിൽ 12 കിലോമീറ്ററിനുള്ള ചാർജും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് യൂബറും റാപ്പിഡോയും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് കണ്ട 198 രൂപ 13 കിലോമീറ്ററിന്. അതേസമയം റാപ്പിഡോയിൽ 13 കിലോമീറ്ററിന് 253 രൂപ. അപ്പോൾ ഞാനപ്പോൾ ഇവിടെ കൊണ്ട് ഈ യൂബർ ഓൺലൈൻ പരിപാടിയുടെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാനാണ് എൻ്റെ തീരുമാനം. ഇതുകൊണ്ട് വലിയൊരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഇതിപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇതിൽ അറിയാനായിട്ട്. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും കണ്ടൻറ്റുകളായിട്ട് ഇനി കാണാം. അപ്പോൾ എനിക്ക് വേറെ ഓട്ടങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് വീഡിയോയിലൊന്നും അങ്ങനെ ചെയ്ത് വിടാൻ പറ്റിയ കാര്യങ്ങളല്ല, ഫാമിലി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളായതുകൊണ്ടാണ്. വീഡിയോ കാണുന്നവർ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റൊക്കെ ഇട്. എന്തെങ്കിലും കമൻറ്റൊക്കെ ഇട്ട് ഫോളോ ഒക്കെ ചെയ്ത് നിൽക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ ഇടാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇത് എത്ര പേരൊന്നും കാണണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാനൊരു രസമായിട്ട് അങ്ങനെ ഇടുന്നതാണ്, ഒരു എൻജോയ്മെൻറ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ അങ്ങോട്ട് ഇട്. എന്ത് നോക്കാനാ, വെറുതെ ഇരുന്ന് നിൽക്കാൻ പോരെ. എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ പറ. അപ്പോൾ നമുക്കൊരു രസമായിട്ടൊക്കെ പോകാൻ മുമ്പോട്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ പരിപാടി.